ഖത്തർ ഡിജിറ്റൽ ഐഡന്റിറ്റി ആപ്പിൽ കൂടുതൽ ഫീച്ചറുകൾ. വ്യക്തികൾക്ക് സർട്ടിഫിക്കറ്റുകളും ID ഉൾപ്പെടെയുള്ള രേഖകളും ആപ്പിലൂടെ ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും ആഭ്യന്തര മന്ത്രാലയം. ഖത്തറിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. തണുത്ത രാത്രികളുടെ വരവ് സൂചിപ്പിക്കുന്ന അൽസബാന നക്ഷത്രത്തിന്റെ ഉദയം പ്രഖ്യാപിച്ച് ഖത്തർ കാലാവസ്ഥാ കേന്ദ്രം. ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ ദോഹയിലെത്തി. നാളെ അൽബയാത്ത് സ്റ്റേഡിയത്തിൽ അൽഖരാഫയ്ക്കെതിരെ നടക്കുന്ന AFC ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റൊണാൾഡോ പങ്കെടുക്കും. ഖത്തറിൽ ഷോപ്പിംഗ് മാളുകളിലെ പ്രൊമോഷൻ ഓഫറുകൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. വ്യാജ ഓഫറുകൾ നൽകി വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ. UAE-യിലേക്കുള്ള ചെക്ക് ഇൻ ബാഗേജുകളിൽ നിയന്ത്രണം. മുളകച്ചാറും കൊപ്രയും നെയ്യും കൊണ്ടുപോകാൻ അനുമതിയില്ല. പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് പുതിയ നിയന്ത്രണങ്ങളുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. മരണപ്പെട്ട വ്യക്തികളുമായി രക്തബന്ധമോ അധികാരമോ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ രേഖകളിൽ ഒപ്പിടാൻ കഴിയൂവെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി. UAE-യിൽ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഡിസംബർ 2, 3 തീയതികളിൽ രാജ്യത്തെ എല്ലാ സ്വകാര്യ സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും നഴ്സറികൾക്കും അവധിയായിരിക്കും. കുവൈത്തിൽ പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് അമീർ. പ്രവാസികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ നിർദ്ദേശം.